السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെ കുറിച്ച് അവരുടെ മുഅല്ലഖാത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രസിദ്ധനായ അൻ-നാബിഗത്തു സുബിയാനി എന്ന് പറയുന്ന കവിയെ കുറിച്ചാണ്. നാബിഗത്തു സുബിയാനിയുടെ യഥാർത്ഥ പേര് സിയാദ് ബിൻ മുആവിയ എന്ന്. സിയാദ് ബിൻ മുആവിയ. അപ്പൊ പിന്നെ എന്തായിരിക്കും നബഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബഗ നിപുണനാവാന്നല്ലേ? അപ്പൊ അൻ-നാബിഗ എന്ന് പറഞ്ഞാൽ നിപുണനായവൻ എന്നാണ്. അതെന്താ സംഭവം? അതായത് ഏകദേശം മൂപ്പര് ജനിച്ച 30 വർഷക്കാലം മൂപ്പര് എന്തായിട്ടില്ല, കവിതയൊന്നും പാടിയിട്ടില്ല. അതിനുശേഷം മൂപ്പര് എന്തായി, കവിത പാടി. അപ്പൊ അതിനാണ് നബഗ എന്ന് പറയാം. എങ്ങനെ? ഇപ്പൊ ഒരു അരുവി നബഗ, ഒരു അരുവി നബഗ നാബിഗായി എന്ന് പറയുന്ന അർത്ഥം എന്താ? അത് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പൊ അതിന്റെ ശേഷം എന്തായി, ഒഴുകാൻ തുടങ്ങി. ഓക്കെ അല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ കുഞ്ഞത്ത് അബു ഉമാമയാണ്, അല്ല അബു സുമാമയാണ്, അബു അഖറബാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെയായാലും ജാഹിലിയ കാലഘട്ടത്തിലെ കവികളിലെ ഏറ്റവും ഒന്നാം തരം കവികളുടെ കൂട്ടത്തിൽ മൂപ്പര പേര് കൂടി എണ്ണപ്പെടുന്നുണ്ട്. ഒന്നാം തരം കവികൾ ആരൊക്കെയായിരുന്നു? ഇംറുൽ ഖൈസ്, സുഹൈർ, അൻ-നാബിഗത്തു സുബിയാനി. ഇവരാണ് അത്തബഖത്തുൽ ഊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മുടെ കവിയും സിയാദ് ബിൻ മുആവിയ അൻ-നാബിഗത്തു സുബിയാനിയും പെടുന്നത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അത്രേ, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല കവി ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അബു ഉമാമ എന്നാണ്. അതായത് അൻ-നാബിഗത്തു സുബിയാനിയാണ് എന്നർത്ഥം. ഏതായാലും നമുക്ക് നമ്മുടെ മുഅല്ലഖയിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിന്റെയും നമ്മുടെ കവിയായ നാബിഗയുടെയും നൊമാൻ എന്ന് പറയുന്ന രാജാവിന്റെയും ഇടയിലെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്താ പ്രശ്നം? എന്താന്ന് വെച്ചാല്, നൊമാൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. നൊമാൻ ബിൻ മുൻദിർ, ഹീറയിലെ രാജാവാണ് നൊമാൻ ബിൻ മുൻദിർ. ഹീറയുടെ രാജാവായ നൊമാൻ ബിൻ മുൻദിറിന്റെ ഭാര്യ മുത്തജരിദത്ത് എന്ന് പറയുന്ന ഭാര്യ പൊതുവെ ആരും എന്താവില്ല, പിന്നെ അവരോട് സംസാരിക്കാനോ അവയെ വർണ്ണിച്ച് പാട്ട് പാടാനോ ആരും ധൈര്യം കാണിക്കൂല. പക്ഷെ എന്തായി, നാബിഗത്തു സുബിയാനി അവിടെ നൊമാൻ എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയായ മുത്തജരിദത്തിനെ വർണ്ണിച്ച് പാട്ട് പാടി. ഇത് നമ്മുടെ രാജാവ് അറിഞ്ഞു, നൊമാൻ അറിഞ്ഞു. അതിൽ നൊമാനിക്ക് ദേഷ്യായി, നിന്റെ ഭാര്യനെ കുറിച്ച് പാട്ടാടാൻ ആരാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചു. അതില് നമ്മളെ നാബിഗത്തു സുബിയാനി എന്തായി, അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ട് ഓടി. എവിടുക്ക ഓടിയത് എന്നറിയോ? ഇവരുടെ ഹീറ എന്ന് പറയുന്ന വംശത്തിന്റെ എതിർ ചേരിയിലുള്ളവരാണ് റസാസ്യത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ റസാൻ വിഭാഗത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അംർ ബിനു ഹാരിസ് എന്ന് പറയുന്ന രാജാവാണ്. അപ്പൊ മൂപ്പരെന്തായി, ഉടനടി ശത്രുപാളയത്തിലുള്ള മറ്റൊരു രാജാവിന്റെ അടുത്തേക്ക് പിന്നെ ഒളിച്ചോടിപ്പോയി. അവിടെ വെച്ചിട്ട് നൊമാന് കത്തെഴുതാണ്. നൊമാൻ, എന്നെ പറ്റി ഞാൻ അങ്ങനെ പാടി, നിങ്ങളെ ഭാര്യനെ പറ്റി അങ്ങനെ പാടി, ഇങ്ങനെ പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസൂയാലുക്കളായ ആളുകള് രാജാവെ അങ്ങയുടെ അടുത്ത് പലതും പറഞ്ഞു തന്നിട്ടുണ്ടാകും. പക്ഷെ അത് ഒന്നും ഉള്ളതല്ല എന്നുള്ള ഒരു കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് കവിതയുടെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അയോടത്തന്നെ ഹീറയിലെ രാജാവായ നൊമാൻ ബിൻ മുൻദിർ അദ്ദേഹത്തിന്റെ ഭാര്യയെ പുകഴ്ത്ത മാത്രമല്ല, പിന്നെ ഗസല് ചെയ്തുകൊണ്ട് എന്തായി, കവിത പാടി. ഇത് രാജാവിനെ പിടിച്ചില്ല. അതില് ദേഷ്യപ്പെട്ടപ്പോ എന്തായി, ജീവനെ പേടി കാരണമായിട്ട് റസാൻ വിഭാഗത്തിൽ ഭരിക്കുന്ന അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന അംർ ബിൻ ഹാരിസിന്റെ അടുത്തേക്ക് ഒളിച്ചുപോയി. അവിടെ വെച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പിന്നെ പാട്ട്, കത്തുപാട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? അവിടെ നിന്നൊക്കെയാണ് മാപ്പ് പറയാണ്. മാപ്പ് പറയാന്ന് പറഞ്ഞാല്, ഞാൻ രാജാവെ അങ്ങേ പറ്റി അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുഅല്ലഖ ബസീത്താണ്. ബസീത്തിന്റെ രീതി എന്തായിരുന്നു? ഇന്നൽ ബസീത ലദൈ
يبسط الأمل مستفعل فاعل مستفعل فاعل അതെല്ലാവരും കൂടെ പാടി കാണി إن الباسط لديه يبسط الأمل مستفعيل فاعل مستفعيل فاعل واحكم كحكم فتى الحي إذ نظرت إلها ما من صراع ബൈത്തിന്റെ അവസാനത്തുള്ള അക്ഷരം ഏതാ? ദാലാണ്. അതുകൊണ്ട് ഈ ബൈത്തിന്റെ റവിയ് ദാലാണ്. 50ഓളം ബൈത്തുകളുണ്ട്. പിന്നെ നാബിഹയുടെ പ്രണയിനി മയ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് നാബിഹയുടെ പ്രണയിനി. അത് നമ്മുടെ വിഷയമല്ല. അതൊക്കെ നമുക്ക് ഒന്നാമത്തെ ബൈത്ത് ഒന്നർത്ഥം നോക്കാം. രാജാവേ, നുഅ്മാൻ ബിൻ മുൻദിറിനോട് കത്തെഴുതി കാണു പറയാണ്, രാജാവേ അങ്ങ് വിധിക്കണം. എങ്ങനെ വിധിക്കണം? ആരെങ്കിലും എന്തെങ്കിലൊക്കെ നോണ പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നുമല്ല നിങ്ങൾ വിധിക്കേണ്ടത്. നിങ്ങൾ വിധിക്കേണ്ടത് ഗോത്രത്തിലെ യുവതി സർഫാ ഉൽ യമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് വിധിച്ചതുപോലത്തെ ഒരു വിധി നിങ്ങളും വിധിക്കണം. അത് സർഫാ ഉൽ യമാമന്റെ ഇതെന്താ? സർഫാ ഉൽ യമാമ എന്നല്ല, അതോടൊപ്പം പിന്നെ സ്ത്രീയുടെ പേര് ഫാത്തിമ എന്നാണ് എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ഗോത്രത്തിലെ ഫാത്തിമ അല്ലെങ്കിൽ സർഫാ ഉൽ യമാമ എന്ന് പറയുന്ന പെണ്ണ് വിധിച്ചതുപോലത്തെ വിധി നിങ്ങളും വിധിക്കണം. എന്താ വിധി എന്നറിങ്ങൾക്ക്? ഇത് നളറത്ത് ആ പെണ്ണെന്തായി നോക്കി. എവിടുക്കാ നോക്കിയത്? ഇലാ ഹമാമിൻ, പ്രാവിലേക്ക് നോക്കി. ഹമാം പ്രാവ്. പ്രാവിലേക്ക് ഇങ്ങനെ നോക്കി. എങ്ങനത്തെ പ്രാവാന്നറിയോ? സിറാഇൻ, നല്ല വേഗത്തിലോടുന്ന പ്രാവുകളിലേക്ക് നോക്കി. എവിടുക്കാ വരുന്നത്? വാരിദി സമിതി, കുറഞ്ഞ വെള്ളത്തിന്റെ അടുക്കലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രാവുകൾ ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോകാണ്. അത് ആര് കാണാണ്? സർഫാ ഉൽ യമാമ എന്ന് പറയുന്ന പെണ്ണ് കണ്ടപ്പോ ഓള് അതിനെ കുറിച്ചൊരു തീരുമാനം പറഞ്ഞു. എന്താ തീരുമാനം എന്ന് പറയാം നിങ്ങൾക്ക്? കാലത്ത് ഓള് പറയാണ്, ഈ മേലക്കൂടെ പോകേണ്ട പ്രാവ് നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലൈത്തന്നിന് അക്ഷര തമഞ്ഞല്ലേ? ഈ പ്രാവ് നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ. ഇലാ ഹമാമത്തിന, ഹമാമത്ത് എന്ന് പറഞ്ഞ ഒറ്റ പ്രാവാണ്. അപ്പൊ ഇലാ ഹമാമത്തിന, നമുക്കൊരു ഒറ്റ പ്രാവുണ്ട്. ആ പ്രാവിന്റെ കൂട്ടത്തിലേക്ക് ഈ മുകളിലൂടെ പറക്കുന്ന പ്രാവും വനിസ്ഫുഹു, ആ പ്രാവിന്റെ പകുതിയുമുണ്ടെങ്കിൽ ഫഖദി, മതിയായിരിക്കുന്നു. അതായത് ആ മേലെ കൂടെ പോണ പ്രാവിനെ കണ്ടതോടുകൂടി ഭയങ്കര മാത്സിനാളെ എക്സ്പേർട്ടാ. അപ്പൊ കണ്ടപ്പോ തന്നെ എന്തായി, ഇത് ടോട്ടൽ എത്ര ഉണ്ടെന്ന് ഈ പെണ്ണിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ എത്രയൊക്കെ ടോട്ടൽ പോയിട്ടുണ്ടാവാം? മുകളിലൂടെ പോയത് 66 പ്രാവാണ് അല്ലെ? 66 പ്രാവ്. ഈ 66 മുതൽ പൗതി എത്ര? 33. 66 33 എത്ര? 99. പിന്നെ സർഫാ ഉൽ യമാമന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു പ്രാവുണ്ട്. ടോട്ടൽ എന്തായി? 100ആയി. ഫഖദി, അപ്പൊ ഇത് മതിയാകും, കറക്റ്റ് എണ്ണത്തിലേക്ക് എത്തുമെന്ന് സർഫാ ഉൽ യമാമത്ത് പറഞ്ഞു. ഈ പ്രാവിന്റെ അവസ്ഥ നിങ്ങൾ കേൾക്കണോ? പ്രാവിനെ ചുറ്റുന്നു. ആരാ ചുറ്റണത്? നീക്കുഞ്ചമ്മൻ നിയാക്ക് അല്ലെങ്കിൽ അന്യാക്ക് എന്നൊക്കെ പറഞ്ഞാല് നല്ല നീളമുള്ള പിന്നെ എന്ത് മല അല്ലെങ്കിൽ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്. നീക്കുഞ്ചമ്മൻ നിയാക്ക് അല്ലെങ്കിൽ അന്യാക്ക് എന്നൊക്കെ പറയും. അപ്പോ ഇത് സംബന്ധിച്ചാൽ ഇപ്പൊ ഈ പ്രാവ് ഇങ്ങനെ പറന്നു പോവാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രാവ് ഇങ്ങനെ പറന്നു പോവാ. അങ്ങനെ പറന്നു പോകേണ്ട ഇടയിൽ എന്തായി? 2 മലകൾ വന്നു. ആ മലന്റെ ഇടയിൽ കൂടെ ഈ പ്രാവുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോവാ? പരന്നിങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താവും? എണ്ണാൻ കഴിയും അല്ലെ? ഒരു പാടത്തു കൂടെ ഈ പ്രാവ് ഇങ്ങനെ പറന്നു പോവാണെങ്കിൽ നമുക്ക് എണ്ണിക്കൂടെ? പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെങ്ങനെ? പറന്നു പോകേണ്ട ഇടയിൽ എന്തായി? 2 മലകൾ വന്നു.
ആ മലകൾ വരുമ്പോ എന്താവും, ആ മലന്റെ എടി കൂടിട്ട് ഞങ്ങൾക്ക് പറക്കേണ്ടി വരും. പറക്കുമ്പോ എന്താ, ഒന്നിന്റെ മേലെ ഒന്ന്, അതിന്റെ മേലെ ഒന്ന്, അങ്ങനെ തട്ടായിട്ടായിരിക്കും പിന്നെ പ്രാവിനെ പറക്കാൻ കഴിയുക. അങ്ങനത്തെ സമയത്ത് പോലും സർക്കാവ് യമാമക്കത്തിനെ കൗണ്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ്. അപ്പൊ യഹുഫു പ്രാവിനെ ചുറ്റുന്നു ആര്, എന്ത്, ജാനിബാനീഖിൻ മലകളുടെ രണ്ട് ഭാഗങ്ങള്, വതുത്ബിഉഹു എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ വതുത്ബിഉഹു ഈ പ്രാവിനെ തുടർത്തുന്നു, ഈ പെണ്ണ് തുടർത്തുന്നു, എന്തിനെ തുടർത്തുന്നു, മിസ്ല സുജാജത്തി സ്ഫടികം പോലത്തെ കണ്ണിനെ തുടർത്തുന്നു എന്ന് പറഞ്ഞാല് ഇത് പറക്കുമ്പോ നല്ല ക്ലാരിറ്റി ഉള്ള, പിന്നെ ഈ സർക്കാരിയമാമനെ പറ്റി പറയട്ടെ, ഈ സർക്കാരിയമാമ പ്രാവിനെ തുടർത്തുന്നു, എന്തിനെ തുടർത്തുന്നു, സ്ഫടികം പോലത്തെ നല്ല ക്ലാരിറ്റി ഉള്ള കണ്ണിനെ തുടർത്തുന്നു. ആ കണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ലം തുക്ഹൽ ഇതുപോലെ ഇതുവരെ അതിനെന്തിടേണ്ടി വന്നിട്ടില്ല, കൊഹിലിടേണ്ടി വന്നിട്ടില്ല, മീനർ റമദി എന്ത് കാരണത്താൽ, ചങ്ങന്റെ കാരണത്താൽ. അപ്പൊ പണ്ട് കാലത്ത് പിന്നെ കൊഹിലിടല് സുർമടൽ എപ്പടാ, ചങ്ങനൊക്കെ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഈ പെണ്ണിന്റെ കണ്ണിന് ഇതുവരെ എന്ത് സംഭവിച്ചിട്ടില്ല, ചെങ്ങണ് സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തും ആവശ്യം വന്നിട്ടില്ല, കൊഹലിയിലേക്കും ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അത്രക്കും ക്ലാരിറ്റി ഉള്ള പിന്നെ എന്തിനെ തുടർത്തി, കണ്ണിനെ തുടർത്തി. അപ്പൊ ഓള് പറഞ്ഞ മാർക്ക് ഫഹസബുഹു, അപ്പോൾ എല്ലാവരും കൂടി കണ്ടെന്തായി, ഈ പ്രാവിനെ എണ്ണിയൊക്കി, അൽഫഹു അപ്പോൾ ആ പ്രാവിനെ എത്തിച്ചു, കമഹസബത്ത് ഓള് എണ്ണി തിട്ടപ്പെടുത്തിയ മാർക്ക് തന്നെ എത്ര എണ്ണം കിട്ടി, 99 അതാ പറഞ്ഞത്, 66 പ്ലസ് അതിന്റെ പകുതി 99. എം തങ്കുസ് കുറഞ്ഞകണോ ഇല്ല, വലം തസ്തി കൂടിക്കണോ ഇല്ല, ഫകമ്മലത്ത് മിഹത്തൻ അപ്പൊ ടോട്ടൽ 100 എങ്ങനെ 100 കമ്മലത്ത് മിഹത്തൻ ടോട്ടൽ 100 അവൾ എങ്ങനെ, ഫിഹാ ഹമാമത്തുഹാ ആയിക്കോളെ വീട്ടിലെ ഒരു പ്രാവ് കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് കൂടി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോ എത്ര ആവും, 100 വാസുറായത്ത് അത്ഭുതപ്പെടാണ്, വാസുറായത്ത് സെർഫാവുയമാമ ഉളരിയിരിക്കുന്ന ഹിസ്ബത്തൻ എണ്ണത്താൽ, അതതി ഇപ്പൊ എണ്ണി തിട്ടപ്പെടുത്തിയതില് ഓള് വല്ലാത്തൊരു മാത്സ് തന്നെയാണ് എന്നർത്ഥം. ഫലാ അതുകൊണ്ട് ന്യൂമാൻ രാജാവിനോട് പറയാണ്, അതുകൊണ്ട് ഫലാ ചെയ്യരുതേ, ലഅംറുല്ലദി ചെയ്യരുത് നുഅ്മാൻ രാജാവേ, ഒരുത്തൻ തന്നെ സത്യം, അല്ലത് എങ്ങനത്തെ ഒരുത്തനാണ്, ആ ഒരുത്തന്റെ കഅബയെ ഞാൻ എന്തായിട്ടുണ്ട്, തടവിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും വിഗ്രഹങ്ങളുടെ സൂചം മനസ്സാബ് എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നർത്ഥം. അപ്പൊ വിഗ്രഹങ്ങളുടെ മേൽ പിന്നെ ഉരീക്ക അല്ലെങ്കിൽ ഉരീക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം ചൊരിക്കപ്പെട്ട. അപ്പോ ഈ വിഗ്രഹങ്ങളുടെ മേൽ ചൊരിക്കപ്പെട്ട എന്തിനാൽ ജസദി രക്തത്താൽ, ഇവിടെ ജസദിന്റെ അർത്ഥം രക്തമാണ്. അപ്പോ പിന്നെ വിഗ്രഹങ്ങളുടെ മേൽ ചൊരിക്കപ്പെട്ട രക്തം കാരണമൊക്കെ ഞാന് നിങ്ങളോട് എന്ത് ചെയ്യാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ എന്താ പറയാം. അതവര് നോക്കുകള്, വൽ മുഅ്മിനില്ലായിദാത്തി പിന്നെ ആര് തന്നെ സത്യം, വൽ മുഅ്മിനി അഭയം നൽകുന്നവനും തന്നെ സത്യം. അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത് കേട്ടാ. വൽ മുഅ്മിനി അഭയം നൽകുന്നവന് തന്നെ സത്യം. ആർക്ക് അഭയം നൽകാം, അല്ലായിദാത്തി അഭയം തേടി വരുന്ന, അത്തൊയ്റ പക്ഷികൾക്ക് അഭയം നൽകുന്ന അള്ളാഹു തന്നെയാണ് സത്യം. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആ പക്ഷികൾ പ്രത്യേകത എന്താ, തംസഹുഹ അവയെ തടയുന്നു, ആര്, റുക്ബാന മക്കത്ത മക്കയിലേക്ക് വരുന്നവർ, ബൈനൽ ഗൈരി വസ്സിന്ദി വസ്സനദി വൈല് സനദി എന്നീ പിന്നെ വൈകൾക്കിടയിലൂടെ മക്കയിലേക്ക് വരുന്ന യാത്രക്കാർ അവരെന്താ ഉണ്ട്, ഈ പക്ഷികളെ തടവുന്നുണ്ട്. മാ ഇൻ അതൈതു ബിശൈഇൻ അൻത തക്റഹു രാജാവേ, അങ്ങ് വെറുക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഇതൻ അങ്ങെങ്ങാനും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഫലാ റഫഅത് സൗതി ഇലയ്യ യദി, ഫലാ റഫഅത് യദി സൗതി ഇലയ്യ, എന്റെ കൈയിനെ, എന്റെ ചാട്ടവാറിനെ ഉയർത്താൻ കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം, എന്റെ കൈയിന്റെ ശക്തി നശിച്ചു പോയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ട്, അങ്ങ് വെറുക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫലാ റഫഅത് യദി സൗതി ഇലയ്യ, എന്റെ കൈയിനെ, എന്റെ ചാട്ടവാറിനെ ഇങ്ങനെ പൊക്കാനുള്ള കരുത്ത് ഉണ്ടാവാതിരിക്കട്ടെ. ഇത് മാത്രമല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബി, എന്റെ റബ്ബ് എന്നെ ശിക്ഷിച്ചോട്ടെ, മുആഖബതൻ ഒരു ശിക്ഷ എന്നെ ശിക്ഷിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിച്ചോട്ടെ. എങ്ങനത്തെ ശിക്ഷ, ഖറത്ത് ബിഹാ ഐനു മൻ യഅതീക ബിൽ ഹസദി, ഓ രാജാവേ, അങ്ങയുടെ അടുത്തേക്ക് അസൂയ മൂത്തിട്ട് എന്നെ പറ്റി പറയുന്നവരുടെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന ജാതി ശിക്ഷിച്ചോട്ടെ. ഖറത്ത് ബിഹാ, ആ ശിക്ഷ കാരണം
കുളിർമ ഉണ്ടാകും. ആർക്ക്? ഐനുമയ്യത്തിക്ക്, അങ്ങയുടെ അടുത്തേക്ക് വരുന്നവരുടെ കണ്ണിന്, വിലസതി, അസൂയ കൊണ്ട് എന്നർത്ഥം. മനസ്സിലായി?